സാറേ, ഈ ബീഹാർ പൊളിറ്റിക്സ് അത്ഭുതകരമായ റിസൾട്ടാണ് ഉണ്ടാക്കിയത്. NDA മുന്നണി, ജനതാദൾ യു, BJP മുന്നണി വലിയ വിജയം നേടി. നിതീഷ് തന്നെ മുഖ്യമന്ത്രിയായി വീണ്ടും. നിതീഷിനും സീറ്റുകൾ കൂടി. എനിക്ക് തോന്നുന്നു വലിയ പേഴ്സൻറ്റേജ് കണക്ക് നോക്കുമ്പോൾ വലിയ മുന്നേറ്റമാണ് JDU ഉണ്ടായത്. BJPക്കും മുന്നേറ്റം ഉണ്ടായി. പക്ഷെ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ മാറ്റം, പുതിയ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ മുമ്പില്ലാത്ത വിധം നിതീഷ് കുമാർ വഹിച്ചിരുന്ന ആഭ്യന്തര വകുപ്പ്, ഇപ്പം BJPക്ക് ഒരു മുഖ്യമന്ത്രി മാത്രമാണ് നിതീഷിനുള്ളതെങ്കിൽ പോലും 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ട് BJPക്ക്. അതിൽ ആഭ്യന്തരം എന്ന സുപ്രധാന വകുപ്പ് ഇന്നലെ വരെ, ഇപ്പോൾ 10ാം തവണയാണ് അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയാവുന്നത്, 9 തവണയും അദ്ദേഹം കൈവശം വെച്ചിരുന്ന ആഭ്യന്തരം എന്ന വകുപ്പ് ചരിത്രത്തിൽ ആദ്യമായി BJP ഏറ്റെടുക്കുകയാണ്. ബീഹാർ രാഷ്ട്രീയത്തിൽ BJPയുടെ ഈ മുന്നേറ്റം എന്തിൻ്റെ സൂചനയാണ്? ഇത് കൃത്യമായി BJP ആണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ആഭ്യന്തര വകുപ്പ് സുപ്രധാന വകുപ്പാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. നമ്മൾ കേരളത്തിൻ്റെ അനുഭവം തന്നെ, അടിയന്തരാവസ്ഥ കാലത്ത് CH മേനോൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും ആഭ്യന്തര വകുപ്പ് K കരുണാകരൻ്റെ കയ്യിലായിരുന്നില്ലേ? അത് വെച്ച് കരുണാകരൻ അല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്? ഡിഫാക്ടോ റൂളർ അദ്ദേഹമായിരുന്നല്ലോ. അതിൻ്റെ കുഴപ്പങ്ങൾ വേറെ. ഇപ്പോൾ സമ്രാട്ട് ചൗധരി 57 വയസ്സ്, അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രി. 2 ഉപമുഖ്യമന്ത്രിമാരെ ആണ് BJP അവിടെ വെച്ചിരിക്കുന്നത്. ഒന്ന് സമ്രാട്ട് ചൗധരി, 2 വിജയ് കുമാർ സിൻഹ, 2 ഉപമുഖ്യമന്ത്രിമാർ. അപ്പോൾ സമ്രാട്ട് ചൗധരി കുശ്വഹ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഇദ്ദേഹം കുർമി സമുദായത്തിൽപ്പെട്ട ആളാണ്. നിതീഷ് കുമാർ, ഇത് രണ്ടും കൂടി ചേർന്നാൽ 7.8% വരും ജനസംഖ്യയിൽ. യാദവന്മാർ 10-15% ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി, അതായത് അവിടുത്തെ കൂർമി, ഈ കുശ്വഹ, ഈ സമുദായങ്ങൾ ചേർന്നാൽ ലവകുശ് എന്നാണ് പറയുന്നത്, ലവകുശന്മാർ എന്ന് പറയുന്നത്. മുമ്പ് നിതീഷ് കുമാറും അവിടെ BJPയുടെ മുഖ്യമന്ത്രി ആകുന്നൊക്കെ കരുതിയിരുന്ന സുശീൽ മോദിയും ഞാൻ അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ആയിരുന്നു ഭാര്യ, ക്രിസ്ത്യാനി. അപ്പോൾ സുശീൽ മോദി ക്യാൻസർ വന്ന് മരിച്ചു പോയല്ലോ, അല്ലെങ്കിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹവും നിതീഷ് കുമാറും നല്ല ടീമായിരുന്നു. ഇതുപോലെയാണ് പറയുന്നത് ഈ സമ്രാട്ട് ചൗധരിയും നേരത്തെ RJDയിലൊക്കെ ഉണ്ടായിരുന്ന ആളാ. പിന്നീട് BJPയിലേക്ക് വന്നതാണ്. അപ്പോൾ സമ്രാട്ട് ചൗധരിയും നിതീഷ് കുമാറും നല്ല ടീമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തന്നെ സമ്രാട്ട് ചൗധരിയുടെ മണ്ഡലത്തിൽ പോയി, നിങ്ങൾ ഇദ്ദേഹത്തിന് ധാരാളം വോട്ട് കൊടുക്കണം, വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനുണ്ട് എന്ന് നിതീഷ് കുമാർ പറഞ്ഞിരുന്നു. 45,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം സമ്രാട്ട് ചൗധരിക്ക് അവിടെ കിട്ടുകയും ചെയ്തു. അമിത്ഷായും പ്രചാരണ സമയത്ത് പറഞ്ഞിരുന്നു ഇദ്ദേഹമാണ് അടുത്ത പ്രധാനപ്പെട്ട നേതാവ് എന്ന്. പറഞ്ഞാൽ നിതീഷിൻ്റെ സായാഹ്നമാണല്ലോ ഇത്, രാഷ്ട്രീയ സായാഹ്നമാണ്. അപ്പോൾ നിതീഷ് കുമാറിന് ശേഷം BJP അവിടെ മുഖ്യമന്ത്രി സ്ഥാനമേൽക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി BJPക്ക് അത് സമ്രാട്ട് ചൗധരി ആയിരിക്കും. 10ാം ക്ലാസ് വരെയാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷെ വിദ്യാഭ്യാസ യോഗ്യതയെപ്പറ്റി ചില വിവാദങ്ങളൊക്കെ വന്നു. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഇതിൽ D.Lit, പിന്നെ മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്തോ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ, അതിനെ സംബന്ധിച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 2 ദശകം നിതീഷ് കുമാർ കയ്യിൽ വെച്ച ആഭ്യന്തര വകുപ്പ് BJP എടുക്കുമ്പോൾ BJP ഒരുപാട് കാര്യങ്ങൾ ഈ ആഭ്യന്തര വകുപ്പ് കൊണ്ട് ബീഹാറിൽ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രധാനമായും ഒരു കാര്യം ഞാൻ പറയാം, സീമാഞ്ചലിൽ വേറെ രാജ്യങ്ങളിൽ നിന്ന് നക്സൽ മാത്രമല്ല നുഴഞ്ഞുകയറ്റം അതുകൊണ്ടല്ലേ, ധാരാളം നുഴഞ്ഞുകയറ്റമുണ്ട്. അതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഈ സീമാഞ്ചല്. പക്ഷെ ഇത്തവണ സീമാഞ്ചലിലും അത്യാവശ്യം BJP പിടിച്ചു നിന്നു. കാരണം ഈ പച്മണ്ട മുസ്ലിംസ് എന്ന് പറയുന്ന പിന്നാക്ക മുസ്ലിങ്ങളെയൊക്കെ BJP അത്യാവശ്യം സ്വാധീനിച്ച് കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മറ്റ് ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹയ്ക്ക് റവന്യൂ വകുപ്പാണ്. 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ. റവന്യൂ വകുപ്പ്. അത് തന്നെ BJPയുടെ വേറൊരു
മംഗൾ പാണ്ഡെ, അദ്ദേഹം ആരോഗ്യ വകുപ്പുണ്ട്. ദിലീപ് ജയ്സ്വാൾ BJPയുടെ വ്യവസായ വകുപ്പ് ഉണ്ട്. പിന്നെ ഈ കുശ്വഹ സമുദായത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, BJPയുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നു, സമ്രാട്ടിന്റെ. അതിൽ നിന്ന് തന്നെ ഈ മറ്റേ കുശ്വഹ അവിടെ നിന്നുള്ള ഒരു MP ഉണ്ടല്ലോ, രാജ്യസഭാംഗമൊക്കെ. ഈ കുശ്വഹയും കുശ്വഹയുടെ ഭാര്യ സ്നേഹലത അവർ രണ്ടുപേരും രാഷ്ട്രീയത്തിലുണ്ട്. സ്നേഹലത MLA യുമാണ്. അവരുടെ മകൻ ദീപക് പ്രകാശ്, അയാളെ MLA അല്ല, പക്ഷെ അയാളെ മന്ത്രിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ. അദ്ദേഹം മണിപ്പാലിൽ നിന്ന് B.Tech പാസ്സായ ആളാണ്. മന്ത്രിയാക്കിയിട്ടുണ്ട് അവരുടെ കുടുംബത്തിൽ. അപ്പോൾ ഈ അങ്ങനെ വേണമെന്നില്ല, അവിടെ മറ്റേ MLC ആയാൽ മതി, ലെജിസ്ലേറ്റീവ് കൗൺസില്. നിതീഷ് കുമാറും മത്സരിച്ചില്ലല്ലോ, അദ്ദേഹം ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്വത്തിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ പ്രധാന വകുപ്പുകൾ ഒക്കെ BJPയുടെ മന്ത്രിമാർക്കും മംഗൾ പാണ്ഡേക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ആഭ്യന്തരം, നിയമം, വ്യവസായം. മംഗൾ പാണ്ഡേക്ക് ആരോഗ്യം മാത്രമല്ല നിയമവകുപ്പും കിട്ടിയിട്ടുണ്ട്. ഈ ജയ്സ്വാൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഈ സമ്രാട്ട് ചൗധരിയും ആഭ്യന്തരമന്ത്രിയായ ആള് അവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. 26 അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. സമ്രാട്ട് ചൗധരിയാണ് BJPയുടെ നിയമസഭാ കക്ഷി നേതാവാകുന്നത്. അപ്പോൾ ഈ ചൗധരി മുമ്പ് RJDയിലായിരുന്നപ്പോൾ റാബ്രി മന്ത്രിസഭയില് അംഗമായിരുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ബീഹാർ രാഷ്ട്രീയം അറിയാവുന്ന ഒരാൾ എന്നോട് പറഞ്ഞൊരു സംഭവം ഓർമ്മ വന്നത്. ഈ റാബ്രി ദേവിയെ ലാലു പ്രസാദ് കാലിത്തീറ്റ കുംഭകോണത്തിൽ രാജിവെക്കേണ്ടി വന്നപ്പോൾ ഭാര്യയെ മന്ത്രിയാക്കിയല്ലോ, അതെ. റാബ്രി മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പറയുന്ന, എനിക്ക് പശുവിന് വെള്ളം കൊടുക്കാൻ സമയമായി, ഈ മന്ത്രിസഭയൊക്കെ നമുക്ക് എപ്പോഴും ചേരാം, അതിന്റെ വിശപ്പടക്കണ്ടെന്ന് പറഞ്ഞിട്ട് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പശുവിന് വെള്ളം കൊടുക്കാൻ ഇറങ്ങി പോകാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതില് മുൻ മന്ത്രിസഭയിൽ, അതായത് ഈ പ്രശാന്ത് കിഷോർ, പലരും അഴിമതിക്കാരാണെന്നൊക്കെ ആരോപിച്ചിരുന്നു BJPക്കാരെയൊക്കെ. ഇവരൊന്നും BJP വേണ്ടെന്ന് വെച്ചിട്ടില്ല, എല്ലാവരെയും മന്ത്രിസഭയിൽ എടുത്തിട്ടുണ്ട്. അയാൾ പറഞ്ഞുകൊണ്ട് കിടന്നൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിക്കാനുള്ളൊരു അവസരം ആയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമ്രാട്ട് ചൗധരി താരാപൂർ സീറ്റിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കുർമി കിയോറി, അതായത് കുശ്വഹയാണെങ്കിലും അത് കിയോറി എന്നാണ് അവിടെ പറയുന്നത്. കുർമി കിയോറി ജാതി സമവാക്യം ഈ സമ്രാട്ട് ചൗധരിയും നിതീഷ് കുമാറും കൂടി ഈ ലവകുശ നോക്കിക്കോളും. കുശ്വാഹമാർക്ക് സംസ്ഥാന തലത്തില് നേതാക്കളില്ല എന്ന് പറഞ്ഞൊരു വിടവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ നികത്തി. ഉപമുഖ്യമന്ത്രി എന്ന കുശ്വാഹ സമുദായത്തിൽ നിന്ന് വന്നല്ലോ. 2000 വരെയാണ് അവിടെ സുശീൽ മോദി ഉണ്ടായിരുന്നത്. നിതീഷും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കുശ്വഹയും OBC ആണ് കേട്ടോ, നിതീഷും OBC ആണ്, അവർ രണ്ടുപേരും. അപ്പോൾ ലാലു മുസ്ലിം യാദവ് സമവാക്യമാണല്ലോ, അതിനുള്ള മറുപടിയായിട്ടാണ് ഈ കുശ്വഹ കുർമി വരുന്നത്. യാദവ ബെൽറ്റില് BJPക്ക് കയറി പറ്റുന്നൊക്കെ ഉണ്ട്. കാരണം ഇത്തവണ വലിയ തരംഗമായിരുന്നല്ലോ, കുടുംബത്തിൽ തർക്കവും കുടുംബാധിപത്യത്തിനൊക്കെ എതിരെയുള്ള വോട്ടും സ്ത്രീകളുടെ വോട്ടും ഒക്കെ. സ്ത്രീകൾ ആയ യാദവ അവർക്കും മറ്റേ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അവരുമൊക്കെ വന്നിട്ടുണ്ട്. 2020 BJP ഉപമുഖ്യമന്ത്രിയായിട്ട് രേണു ദേവിയെയും തർക്കിഷോർ പ്രസാദിനെയും പരീക്ഷിച്ചിരുന്നു, വിജയിച്ചില്ല. നിതീഷുമായിട്ടൊക്കെ നന്നായിട്ട് ചേർന്ന് പോയില്ല. അപ്പോൾ ചൗധരി മുമ്പ് BJP പ്രസിഡന്റ് OBCയിൽ നിന്നുള്ളത് RJDയിൽ നിന്ന് 2014 JDUവിൽ വന്നു. അപ്പം നിതീഷുമായിട്ട് ബന്ധം വന്നല്ലോ, JDUവിൽ ഉണ്ടായിരുന്നതാണ്. 2017 BJPയിലേക്ക് വരുന്നത്. അപ്പോൾ കുർമിയും കുശ്വയും കൂടി അവിടെ 7.08% ഉണ്ട്. യാദവന്മാർ 14.26%. യാദവന്മാർ കഴിഞ്ഞാൽ അടുത്ത OBC വിഭാഗമാണ് കുശ്വഹ. അതിലേക്ക് എന്തായാലും BJP കടന്നു കഴിഞ്ഞു. ഇത് രാഷ്ട്രീയ കുടുംബമാണ് ഈ സമ്രാട്ട് ചൗധരിയുടേത്.
അച്ഛൻ ശകുനി MLA ആയിരുന്നു, MP യുമായിരുന്നു. അമ്മ പാർവതി MLA ആയിരുന്നു. അപ്പോൾ ഈ മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PFC പാസ്സായി എന്നാണ് ഈ രേഖയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കാലിഫോർണിയ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡീലിറ്റ് കിട്ടി എന്നൊക്കെ ഉള്ളത് അത് ഈ ഷാഹിദ കമാലിനൊക്കെ അതെ, അവിടുത്തെ സംഭവം ആണ് അത്. അപ്പൊ റാബ്രിയിൽ നിന്ന് ഈ ആ കാലത്ത് ഇയാളുടെ വയസ്സിനെ പറ്റിയും ഒക്കെ എന്തൊക്കെയോ വിവാദം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് റാബ്രിയുടെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത്. അപ്പോൾ ഈ പ്രീ ഫൗണ്ടേഷൻ കോഴ്സ് PFC അതാണ് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തതായിട്ട് പറയുന്നത്. നമുക്ക് ബേസിക് ആയിട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച ആളാണ്. തേജസ്വി യാദവില്ലേ, അയാളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അയാളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് ഏതായാലും ഉണ്ട്. അപ്പൊ ജാതി സമവാക്യങ്ങളും എല്ലാം കൂടി വെച്ചിട്ട് കുശ്വഹ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ വന്നിരിക്കുന്നു, ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നു. ആ ആഭ്യന്തരമന്ത്രി സ്ഥാനം ബി ജെ പിയുടെ കൈപ്പിടിയിൽ ലക്ഷ്യങ്ങൾ സാധിക്കാൻ ഉപയോഗിക്കും. ആഭ്യന്തരം കിട്ടുന്ന ആള് ആണ് ഡ്രൈവിംഗ് സീറ്റിൽ. അപ്പോൾ മുഖ്യമന്ത്രി നിതീഷ് ആണെങ്കിലും ഭരിക്കുന്നത് BJP ആണ്. അല്ലെങ്കിലും നിതീഷ് എന്ന വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന ഒരു പരിഗണന വെച്ചായിരിക്കുമല്ലോ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും BJP. ശരിയാണ്, കാരണം കഴിഞ്ഞ തവണയും BJPക്കായിരുന്നു കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്നില്ലേ. അതെ, 10-20 സീറ്റിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. നിതീഷിന് കൊടുക്കുന്ന ആദരവ് വഴി ആ സമുദായത്തെയും കൂടെ നിർത്തുകയും നിതീഷിന്റെ ഒരു കാലം കഴിയുമ്പോൾ നിതീഷിന് തന്നെ ആശീർവാദത്തോടെ BJP നേരിട്ട് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുകയും ചെയ്യുക എന്നുള്ള തന്ത്രത്തെ സൂത്രമാണ് അവിടെ പ്രയോഗിക്കുന്നത്. അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഒരു വിന്നബിൾ. എല്ലാ സ്ഥലത്തും BJP എന്തെങ്കിലും സഖ്യത്തിൽ ചെന്ന് നിന്നിട്ട് ആണല്ലോ ഇത് വ്യാപിപ്പിക്കുന്നത്. കർണാടകയിലൊക്കെ ആശ്രമങ്ങളാണ് നടത്തുന്നത്. തെലങ്കാനയിലും അത്യാവശ്യം 30% അടുത്തൊക്കെ വോട്ടിന്റെ അടുത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. സഖ്യം വഴിയേ, സഖ്യത്തിലൂടെ. ശതമാനത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതെ, അങ്ങനെയാണ്. അപ്പൊ ഈ സഖ്യം വഴി അവിടെ ഇപ്പൊ കാലം ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ. അതുപോലെ ഒഡീഷയിലും അങ്ങനെ ചെയ്തല്ലോ. എന്തായാലും ഒരു BJP മുഖ്യമന്ത്രി ബീഹാറിൽ വരാൻ പോകുന്നത് ആര് എന്ന ചോദ്യത്തിന് വളരെ വളരെ കാലേ കൂട്ടി ഒരു ഉത്തരം പറഞ്ഞിരിക്കുന്നു. സമ്രാട്ട് അല്ലേ, നല്ല യുക്തമായ പേരുമാണ്, രാഷ്ട്രീയ സമ്രാട്ട്. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.